ശ്രീ അരുൺകുമാർ, ഗോദ്ര കുട്ടക്കല ഗുജറാത്ത് വംശഹത്യയുടെ സൂത്രധാരൻ നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് പ്രഗ്യാസിംഗ് പ്രതിയായ ഈ മലേഗാവ് സ്ഫോടനക്കേസിലെ പ്രതിയായ പ്രഗ്യാസിംഗ് MP ആയ ഈ രാജ്യത്ത് മറിച്ചൊരു വിധി ഉണ്ടാകുമായിരുന്നു. എങ്ങനെയാണ് താങ്കൾ കരുതുന്നത്? അതുതന്നെയാണ്, മറിച്ചൊരു വിധി നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം 17 കൊല്ലമാണ് ഇതിന്റെ ഒരു ട്രയൽ നീട്ടിക്കൊണ്ടുപോയത്. ആ ഘട്ടത്തിലെല്ലാം പല രൂപത്തിൽ ജഡ്ജിമാരെ സ്ഥലം മാറ്റിയും കോടതി പ്രൊസീഡിങ്സ് പരമാവധി വൈകിപ്പിച്ചും നടന്ന സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ആ വിധിന്യായം കൃത്യമായിട്ട് വായിച്ചാൽ നോക്കിയാൽ മാത്രമാണ് എന്ത് റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വന്ന മൊഴികൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തിയെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഇത്രയും ഗൗരവമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷികളെല്ലാം കോടതിയിൽ ഹാജരായി പരമാവധി പോസിറ്റീവായിട്ടുള്ള തെളിവ് കൊടുത്ത ഒരു കേസിൽ കുറ്റം നിലനിൽക്കില്ല എന്ന രൂപത്തിൽ ട്രയൽ കോടതി തന്നെ പ്രതികളെ വിടുന്ന തരത്തിലേക്കുള്ള ഒരു വിധിന്യായത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇതൊരു അന്തിമ വിധിയല്ലല്ലോ. ഇനി ഇതിന്റെ മുകളിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഉണ്ട്. ഏതായാലും ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വിധിന്യായം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ഈ നമ്മൾ കാണുന്നതാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ സംഭവം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. സംഘപരിവാർ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്? ഒരേ സമയം തന്നെ ഇസ്ലാമിക വിശ്വാസികൾ ഭീകരരാണെന്ന് വരുത്തി തീർക്കാൻ സ്ഫോടനം നടത്തുന്നു. ന്യായമായും വിശ്വാസികളായി തിരുവസ്ത്രമണി നടക്കുന്ന കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുന്നു ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ഭരണകൂട ഭീകരത എന്ന് ഇതിനപ്പുറം എന്താണ് പറയേണ്ടത്? അതെ, ഇപ്പോ അടുത്ത കാലത്ത് RSS നേതാക്കന്മാർ പ്രതിയായ ഇത്തരത്തിലുള്ള തീവ്രവാദ കേസുകൾ നിരവധി കണ്ടു. കാരണം സ്ഫോടനത്തിലടക്കം വളരെ തെളിവോടെ പിടിക്കുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ഒരു RSSന്റെ പ്രതിപുരുഷ എന്ന രൂപത്തിൽ നടന്ന ഒരു വ്ളോഗർ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത്രയധികം തെളിവുകൾ വന്നപ്പോഴാണല്ലോ അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോ ഈ രാജ്യത്തെ ഏതു മതത്തിലും വിശ്വസിക്കാനും ഏതു മതത്തിലുള്ള വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനും ഭരണഘടന നമുക്ക് മൗലിക അവകാശം തന്നെയാണ്. അപ്പോ അതിന് വിരുദ്ധമായി സ്റ്റേറ്റ് ലോ ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്, അലൂസ്മെന്റ് എന്തെങ്കിലും നടത്തി പ്രേരണയോടെയോ നിർബന്ധപൂർവം മതം മാറ്റാനുള്ള ശ്രമം ഉണ്ടായാൽ മാത്രമാണ് അതൊരു ഒഫൻസ് ആക്കി സ്റ്റേറ്റ് ലോ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോ ഏതെങ്കിലും തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയാൽ അവരെ എല്ലാം പിടിച്ച് കള്ളക്കേസിൽ കുടുക്കി വിചാരണ പോലും ഇല്ലാതെ നേരിട്ട് കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തീവ്രവാദ വകുപ്പുകൾ ചേർത്ത് NIA കോടതികളിലേക്കടക്കം കേസ് മാറ്റി ഉള്ള സാഹചര്യം നമ്മൾ കാണുന്നു. ഇതെല്ലാം വളരെ ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്, എങ്ങോട്ടാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ RSSകാർ പ്രതിയായി വരുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ കേസുകളും ഭീകരാക്രമണ കേസുകളും രാജ്യദ്രോഹ കുറ്റങ്ങളുമെല്ലാം ട്രയൽ കാണാതെ, വിചാരണ കാണാതെ ആ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാത്ത തരത്തിലേക്ക് പോകുന്നു. മറ്റു വിഷയങ്ങൾ വരുമ്പോൾ സാധാ പോലീസ് രജിസ്റ്റർ ചെയ്യേണ്ട ലോക്കൽ കേസുകൾ പോലും അതിൽ NIA ആക്ട് അടക്കം ചുമത്തി മറ്റു ഭീകര നിയമങ്ങൾ ചുമത്തി അത് വളരെ പർവ്വതീകരിച്ച് ഒരു സെലക്ടീവ് ലീക്കേജ് കൊടുത്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയെല്ലാം RSS നേതൃത്വത്തിൽ വലിയ പ്രചരണം നടത്തി ഒരു മഹാസംഭവമാക്കി മാറ്റുന്നത് നാം കാണുകയാണ്. ഏതായാലും ഇത്തരത്തിൽ ഭരണഘടനയെ തന്നെ ദുർബലമാക്കുന്ന ഇടപെടലുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വരുന്നത് നാം കാണുകയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷമടക്കം ജയിലിൽ പോയി ആ കന്യാസ്ത്രീകളെ കണ്ട് കൃത്യമായി അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെല്ലാം ഗൗരവത്തോടെ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നയം തുടർന്നാലും ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും എതിർപ്പും നേരിടേണ്ടി വരും. ആ എതിർപ്പുകൾക്ക് മുന്നിൽ ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് ഈ സമകാലിക സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം കൂടി അരുൺകുമാർ, ഈ സാഹചര്യങ്ങൾ നമ്മൾ ഈ ഛത്തീസ്ഗഡിലെ സാഹചര്യം കൂടി എടുത്ത് പറയുമ്പോൾ ഈ ന്യൂനപക്ഷ വേട്ട രാജ്യമെമ്പാടും നടക്കുമ്പോൾ കൃത്യമായി നിലപാടെടുക്കാനും ഒരു പ്രതിരോധം തീർക്കാനും കഴിയുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. അത് ഓരോ ദിവസം വെളിപ്പെട്ട് വരികയാണ്. ഇത് ബോധ്യപ്പെടേണ്ട ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം അത് കണ്ണടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. തൃശ്ശൂരിലടക്കം സുരേഷ് ഗോപി വിജയിക്കാനിടയായ സാഹചര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതെ, ഇപ്പൊ ഇന്നലെ ചില പുരോഹിതന്മാരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം വന്നു. കാരണം ഈ നിയമം കൺവേർഷനുമായി മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ നിയമം ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, അവിടെ MP-മാരുടെ സംഘം, കോൺഗ്രസ് MP-മാരുടെ സംഘം ചെന്നപ്പോൾ അവരെ കാണാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോ മുൻ മുഖ്യമന്ത്രി വന്നു ഒരു ഇടപെടൽ നടത്തി എന്നല്ലാതെ ഏതെങ്കിലും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മലയാള മാധ്യമങ്ങൾ വരെ മുൻ മുഖ്യമന്ത്രിയുടെ അടക്കം പ്രതികരണം ചോദിച്ചിട്ട് പ്രതികരണം കൊടുത്തില്ല. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു അജണ്ട നടപ്പാക്കുന്നതിൽ കോൺഗ്രസും BJPയും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് വടക്കേന്ത്യയിലെല്ലാം നാം കാണുന്നത്.
ഇപ്പോ ഇവിടെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമക്ഷേത്രത്തിന് വേണ്ടി വെള്ളി ഇഷ്ടിക കൊടുത്തതും അതിന്റെ ചടങ്ങിൽ വിളിച്ചില്ലെന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ചിരുന്നതും ആരാണെന്നെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയതയെ ഏറ്റവും തീവ്ര സ്വഭാവത്തോടെ വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ പ്രതിനിധികൾ പോയി എന്നത് വച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇപ്പോൾ 43% വോട്ടുണ്ട് കോൺഗ്രസിന് ഛത്തീസ്ഗഡിൽ. അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധവും പ്രത്യക്ഷമായിട്ട് ഛത്തീസ്ഗഡിലോ സമീപ പ്രദേശങ്ങളിലോ നടക്കുന്ന ഒരു കാഴ്ച നാം കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതന്മാരിൽ ഒരു വലിയ വിഭാഗം യഥാർത്ഥ വസ്തുത തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് ഇന്നലെ ഇന്നുമുള്ള പ്രസ്താവനകളിലൂടെ നാം മനസ്സിലാക്കുന്നത്. കാരണം 86,650 വോട്ടാണ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ബി.ജെ.പിക്ക് കൊടുത്ത് തൃശ്ശൂർ മണ്ഡലം ബി.ജെ.പിക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേപോലെ തന്നെ ബി.ജെ.പിയുടെ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതന്മാരടക്കം പോയി നടത്തിയ ചില ന്യായീകരണങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അവർക്കെല്ലാം വസ്തുതകൾ തിരിച്ചറിഞ്ഞ് നയം തിരുത്തേണ്ടി വന്നു. ദീപിക ദിനപത്രം വരെ എഡിറ്റോറിയൽ എഴുതി കേരളത്തിന് പുറത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിതം ദുരന്തപൂർണ്ണമാണ് എന്ന് കൃത്യമായി എഡിറ്റോറിയലിലൂടെ തന്നെ അവർക്ക് നയം വ്യക്തമാക്കേണ്ടി വന്നത് ഈ സത്യം അവർ തിരിച്ചറിയുന്നു എന്നതിന്റെ ലക്ഷണമാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.